എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഭയങ്കര സങ്കടകരമായൊരു കാര്യമുണ്ടായി. അതെ, നമ്മുടെ തമ്പുരുൻ്റെ കുഞ്ഞാവകളില്ലേ, അതിൽ തമ്പുരുൻ്റെ മാതിരിയുള്ള കുഞ്ഞാവിനെ വേറൊരു കണ്ടം വന്ന് കടിച്ചെടുത്തോണ്ട് പോയി. ആ കിടക്കുന്ന ഒരച്ഛനാണ്. അച്ഛൻ ഉപദ്രവിക്കില്ല. ഇപ്പോൾ ഈ വയ്യാത്ത ഈ കുഞ്ഞുവാവ് മാത്രമേ ഉള്ളൂ. കുറച്ച് മുമ്പ് ഞാൻ ഇവരെ ഒരു ബോക്സിലാക്കിയിട്ടത്, ആ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിലാക്കി അവർ രണ്ടാളും കിടന്ന് ഉറങ്ങുന്ന കണ്ട് അവരെ കളിപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അകത്തേക്കൊന്ന് കയറിയുള്ളൂ. അകത്തേക്ക് കയറിയ സമയത്ത് തമ്പുരു അപ്പുറത്തെ വീട്ടിൽ മീൻ തിന്നാൻ പോയി. എടാ അച്ഛൻ കണ്ടാ എന്താടാ നീ നോക്കാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ വാവോളെ. ഇപ്പം എൻ്റെ കുഞ്ഞൊറ്റയ്ക്കായി. എനിക്ക് ആ കുഞ്ഞിനാണെങ്കിൽ വലിയ ഇഷ്ടമായിരുന്നു. ഇതിനിന്നലെ കണ്ണിലേക്ക് മരുന്നൊക്കെ വാങ്ങിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാ, തമ്പുരിന് സങ്കടമുണ്ട്. തമ്പുരു വന്നോണം വന്ന് സങ്കടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് ക്യാറ്റ് ഫുഡ് കൂട്ടി ചോറൊക്കെ കൊടുത്ത് തിന്നിട്ടാണ് അവൾ അയലക്കത്തേക്ക് പോയത്. ഞാൻ അല്ലെങ്കിൽ ആ കൂട് അതിനകത്തെടുത്ത് അടച്ചു വയ്ക്കുള്ളായിരുന്നു. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഇവരെ പുറത്താക്കിയിട്ടല്ലേ പോയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. എൻ്റെ കുഞ്ഞൊറ്റയ്ക്ക്. തമ്പുരാ നോക്കടി വാവേനെ രണ്ടാളും കൂടെ. തമ്പുറ കുഞ്ഞാവേ ഒന്നൊരു തവള പോലെ കിടക്കും. കുഞ്ഞിൻ്റെ അമ്മ എങ്ങോട്ട് പോയി? ബോക്സ് വെച്ചു കൊടുത്ത് പേർക്ക് നല്ല ഇഷ്ടമായി. ആ കുഞ്ഞിൻ്റെ കണ്ണിൽ മരുന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് ഉഷാറായി. അപ്പോൾ മാമൊക്കെ കുടിച്ച് വയറ് നിറച്ച് കിടക്കണ്. തമ്പുറ കുഞ്ഞാവേ, തമ്പുറ കുഞ്ഞാവേ. നിൻ്റെ അമ്മേനെ തൊടാൻ സമ്മതിക്കില്ല അമ്മ. നിങ്ങളെ പോലെ ആവുണ്ട് കേട്ടോ. നിങ്ങൾ ടമ്പർ പോലെ ആവുണ്ട് കേട്ടോ. ടെമ്പറേറ്റ് പോലെ ആവുണ്ട് കേട്ടോ. കൊഞ്ഞ തവള കിടക്കണമെങ്കിൽ തവള കുട്ടിയായിട്ട് കിടക്കണമെങ്കിൽ കുഞ്ഞിൻ്റെ നീ ഉറങ്ങിയോ കേട്ടോ. മാമൻ കുട്ടി വയറ് നിറഞ്ഞതല്ലേ.